നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ പതിനായിരങ്ങളുടെ ജീവനെടുത്ത കൊറോണ വൈറസ് ഇനി എത്ര കാലം കൂടി ദുരന്തം വിതറും എന്ന കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയമില്ല. എന്നാൽ സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് സ്വയം സംരക്ഷിച്ചും സമൂഹത്തിനെ രക്ഷിച്ചുമായിരിക്കണം നമ്മുടെ ജീവിതമെന്ന് ഗവൺമെന്റുകളും സാമൂഹിക പ്രവർത്തകരും മാധ്യമങ്ങളും നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുകയുമാണ്. പക്ഷേ അപ്പോഴും വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കാൻ താല്പര്യം കാട്ടുന്നവർ കുറവാണേലും ഉണ്ടെന്ന് തന്നെ പറയാം. എന്നാൽ തീർച്ചയായും മുൻകരുതൽ എടുക്കണം. കൊറോണ വൈറസ് ഏറെ പ്രതിസന്ധിയിലാക്കിയത് നമ്മുടെ പ്രവാസികളെ തന്നെ എന്നത് ഒരു സംശയവുമില്ല. ചികിത്സയ്ക്കോ മറ്റടിയന്തര ആവശ്യങ്ങൾക്കോ നാട്ടിലെത്താനാകാതെ വളരെ വലിയ സംഘർഷാവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ലോക്ക്ഡൌൺ അവസാനിക്കാനിരിക്കുന്ന ഏപ്രിൽ 14 കഴിഞ്ഞ് 15 മുതൽ ഭാഗികമായി പ്രത്യേക വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. യുഎഇയുടെ ഇത്തിഹാദ്, എമിറേറ്റ്സ് എന്നീ വിമാന കമ്പനികൾ രംഗത്തെത്തിയതിന് പിന്നാലെ ദുബായിൽ നിന്ന് മറ്റൊരു വിമാനവും സർവീസ് തുടങ്ങാൻ പോകുന്നുവെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് ഏപ്രിൽ 15 മുതൽ പ്രത്യേക സർവീസുകൾ നടത്താൻ ദുബായിയുടെ ബജറ്റ് എയർലൈനായ ഫ്ലൈ ദുബായ് നടപടി ആരംഭിച്ചതായി റിപ്പോർട്ട്. കൊറോണ രോഗ നിയന്ത്രണത്തിനായുള്ള ഇന്ത്യയിലെ വിലക്കുകൾ ഏപ്രിൽ 14 അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണിതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ കോഴിക്കോട്, നെടുമ്പാശ്ശേരി ഉൾപ്പെടെ ഇന്ത്യയിലെ 7 കേന്ദ്രങ്ങളിലേക്കാണ് സർവീസ് നടത്തുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതേസമയം ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും പ്രത്യേക സർവീസുകളെന്ന് അറിയിച്ചുകൊണ്ടാണ് അവരുടെ വെബ്സൈറ്റിൽ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. എന്നാൽ തന്നെയും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വെബ്സൈറ്റിൽ കാണാത്തത് കൊണ്ട് തന്നെ ഇത് പ്രത്യേക സർവീസ് ആയിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ടിക്കറ്റ് നിരക്ക് 1800 ദിർഹമാണ്. അതായത് ഏകദേശം 37,240 രൂപ മുതലാണ് എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി മടങ്ങേണ്ടവരും സന്ദർശക വിസയിൽ ഇവിടെ കുടുങ്ങിപ്പോയവർക്കും വേണ്ടിയായിരിക്കും ആദ്യ സർവീസുകൾ എന്നാണ് സൂചന. എന്നാൽ 7 കിലോഗ്രാമിന്റെ ഹാൻഡ് ബാഗേജ് മാത്രമാണ് അനുവദിക്കുന്നത്. ഇതിലൂടെ മറ്റ് ലഗേജ് കൊണ്ടുപോകാനാവില്ല. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളിലേക്കും ഏപ്രിൽ 15 മുതൽ ഫ്ലൈ ദുബായ് യാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതായാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ് ഉൾപ്പെടെയുള്ളവ ഏപ്രിൽ 30 സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.